ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജനുവരി 22 വെള്ളി റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റു ഇൻഫർമേറ്റീവായ വീഡിയോകളും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. പ്രധാനമായിട്ട് പറയാനുള്ളത്, ജനുവരി മാസം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തെ ഭക്ഷ്യകിറ്റാണ്. അത് വാങ്ങാനുള്ള അവസരം ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത്. അതായത് 22-ാം തീയതി വെള്ളിയാഴ്ചയും 23-ാം തീയതി ശനിയാഴ്ചയും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കിറ്റ് കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. 25-ാം തീയതിയോട് കൂടിയായിട്ട് പുതിയ കിറ്റ്, അതായത് ജനുവരി മാസത്തെ കിറ്റ് വിതരണം തുടങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കിറ്റ് വാങ്ങാനുള്ള അവസരം ഉണ്ടാവുകയില്ല. ഇത് പറയാനുള്ള കാരണം, ഒരുപാട് റേഷൻ കടകളിൽ കിറ്റ് കെട്ടിക്കിടക്കുകയാണ്, ആളുകൾ വാങ്ങാതെ. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം, പല പ്രാവശ്യം റേഷൻ കടകളിൽ പോയിട്ടും കിറ്റ് ലഭിക്കാത്തത് കൊണ്ട്, മടുത്തത് കൊണ്ടായിരിക്കും വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾ, പല ആളുകളും ഇപ്പോഴും കിറ്റ് വാങ്ങാത്തത്. അപ്പം പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കാര്യമാണ്. കിറ്റ് വാങ്ങാത്തവർ അത് കൈപ്പറ്റുക. മറ്റൊന്ന്, ജനുവരി മാസത്തെ എല്ലാവിധ റേഷൻ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ റേഷൻ കടയിലുണ്ട്. മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള പഞ്ചസാര 21 രൂപ നിരക്കിൽ ലഭിക്കുന്ന പഞ്ചസാരയാണ്. അത് റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള അരികൾ, പുഴുങ്ങലരി, മട്ടരി, പച്ചരി, ആട്ട, ഗോതമ്പ് ഇവയെല്ലാം റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നീല വെള്ള കാർഡിനുള്ള 10 കിലോ അരി 150 രൂപ നിരക്കിലുള്ള അരിയുടെ വിതരണം ഈ മാസമല്ല, അത് അടുത്ത മാസമാണ് വിതരണം തുടങ്ങുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പല ആളുകളും അത്തരത്തിലുള്ള ഒരു സംശയം ചോദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആ കാര്യം പറയുന്നത്. അതായത് നീല വെള്ള റേഷൻ കാർഡിന് ബജറ്റിൽ സർക്കാർ 10 കിലോ അരി അനുവദിച്ചിരുന്നു. കിലോക്ക് 15 രൂപ നിരക്കിലായിരുന്നു അത്. അതിൻ്റെ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുന്നില്ല. ഈ മാസം ആ ഒരു അരി ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത മാസത്തിലായിരിക്കും അത് തുടങ്ങുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം, റേഷൻ കടക്കാർക്ക് കിറ്റിൻ്റെ കമ്മീഷൻ കുടിശ്ശിക നൽകാത്തതുകൊണ്ട് അവർ ചെറിയ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു, ഇനിയുള്ള കിറ്റുകളും ഈ ഒരു അരിയും വിതരണം ചെയ്യുകയില്ല എന്ന്. ആ ഒരു സമരം തീർന്നാൽ മാത്രമേ ആ ഒരു അരിയും കിറ്റും വിതരണം ചെയ്ത് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഈ മാസം അതൊന്നും ലഭിക്കാൻ സാധ്യത ഇല്ല. അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നാളത്തെ റേഷൻ വിഹിതം ഇങ്ങനെയൊക്കെയാണ്. ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും നാളെയും റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാം. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് വാങ്ങാനുള്ള അവസരം ഇനി നാളെയും മറ്റന്നാളും മാത്രമാണുള്ളത്. അത് വാങ്ങാൻ ബാക്കിയുള്ളവർ പോയി അത് കൈപ്പറ്റേണ്ടതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റു ഇൻഫർമേറ്റീവായ വീഡിയോകളും ലഭിക്കാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.